ഹൊറർ, പ്രതികാരം തുടങ്ങിയ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി പുതിയ ഒരു തുടർക്കഥ ഓഡിയോ രൂപത്തിൽ ആരംഭിക്കുകയാണ്. കഥയുടെ പേര് ഫ്ലാറ്റ് നമ്പർ 14. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കാനും ശ്രദ്ധിക്കണമെന്ന താൽപ്പര്യത്തോടെ ഒന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാടിനെ നടുക്കിയ ആ അരുംകൊല നടന്ന വിവരം പുറം ലോകമറിഞ്ഞത് ഇന്ന് രാവിലെയാണ്. മലർക്കെ തുറന്നു കിടന്ന വാതിലിലൂടെ ദിനേശൻ ഒന്നു നോക്കിയതേയുള്ളൂ. അയാളുടെ രക്തം തണുത്തുറഞ്ഞതുപോലെ ആയിപ്പോയി. തറയിൽ തളം കെട്ടിയ ചോരയിൽ ഉറച്ചുപോയെന്ന് കരുതിയ തൻ്റെ നോട്ടം ഒരു വിധത്തിൽ പിൻവലിച്ച ദിനേശൻ അലറിക്കരഞ്ഞുകൊണ്ട് പടികളിലൂടെ താഴേക്ക് ഓടുകയായിരുന്നു. ലിഫ്റ്റുള്ള കാര്യം പോലും അയാൾ മറന്നതുപോലെ തോന്നി. 14-ാം നിലയിലെ തന്നെ ഡി നമ്പർ ഫ്ലാറ്റ് വാങ്ങിയ ആളായിരുന്നു ദിനേശൻ. നഗരത്തിലെ പ്രസിദ്ധനായ സിവിൽ എഞ്ചിനീയർ. ആ ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം പൂർണ്ണമായും വഹിച്ചത് ദിനേശനാണ്. 16 നിലയിൽ ഉയർന്നു നിൽക്കുന്ന ആ സമുച്ചയത്തിൻ്റെ നിർമ്മാണം ഭംഗിയായി കൃത്യസമയത്ത് തന്നെ ദിനേശൻ്റെ ടീം പൂർത്തിയാക്കി. അതിൻ്റെ പാരിതോഷികമായി പകുതി വിലയ്ക്കാണ് 14D ഫ്ലാറ്റ് ദിനേശന് നൽകിയത്. ഭാര്യ ശ്യാമയെയും മക്കളെയും കൂട്ടി ഇന്ന് തന്നെ അങ്ങോട്ട് താമസം വരാനിരുന്നതാണ് ദിനേശൻ. അധ്യാപികയായ ശ്യാമയും മക്കളും വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് തങ്ങാൻ മടിച്ചിട്ട് സുഹൃത്തുക്കളോടൊപ്പം രാത്രിയിൽ 14Dയിൽ തന്നെയാണ് ദിനേശൻ തങ്ങിയത്. ഫ്ലാറ്റിൻ്റെ നിർമ്മാണവും വിൽപ്പനയും നടത്തിയത് റിയൽടെക്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ഡയറക്ടർമാരായ ഈപ്പച്ചൻ അക്കരമറ്റവും ഡൊമിനിക് അവലയിലും അവിടുത്തെ പുതുപ്പണക്കാരാണ്. അവർ വളരെ പെട്ടെന്ന് പണക്കാരായതിൻ്റെ പിന്നിൽ നിഗൂഢതകൾ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. അവ മറനീക്കി എന്നെങ്കിലും പുറത്തു വരാതിരിക്കുമോ? കമ്പനിയുടെ അടുത്ത ഡയറക്ടർ പങ്കജാക്ഷൻ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനാണ്. പാർട്ടിയിൽ വളരാൻ വേണ്ട വഴികൾ അയാൾ പരമാവധി നോക്കുന്നുണ്ട്. പാർട്ടിയിൽ പങ്കജേഷനേക്കാൾ സീനിയറും ജനസമ്മതനുമായിരുന്ന വാസു പെട്ടെന്നൊരു ദിവസം വഴിയരികിൽ മരിച്ചു കിടക്കുകയായിരുന്നു. പങ്കജാക്ഷനും വാസുവും ഒരുമിച്ചായിരുന്നു പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോയത്. സംശയത്തിൻ്റെ നിഴൽ പങ്കജാക്ഷനിൽ പതിച്ചിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കമ്പനിയുടെ 4-ാമത്തെ ഡയറക്ടർ തലസ്ഥാനത്തെ മറ്റൊരു മുതലാളിയാണ്. പേര് അയൂബ്. ഇക്ക എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എല്ലാ ജില്ലകളിലും തന്നെ വസ്തുവകകളും വ്യാപാര സ്ഥാപനങ്ങളും ഭാര്യമാരുമൊക്കെയുള്ള ഒരു വിശാല മനസ്കൻ. കമ്പനിക്ക് ഭരണതലത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പങ്കജാക്ഷൻ്റെ എതിർചേരിയിൽ അയൂബാണുള്ളത്. ഈ 4 ഡയറക്ടർമാർക്ക് പുറമെ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറും കൂടിയുണ്ട്. പക്ഷേ അതാര് എന്ന് കമ്പനിയിലെ ഡയറക്ടർമാർക്ക് പോലും അറിയാമോ എന്ന് സംശയമാണ്. ചില നിർണായക നിമിഷങ്ങളിൽ തീരുമാനമെടുക്കുന്നതും അറിയിക്കുന്നതും ഈ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. കമ്പനിയുടെ പുരോഗതിയിൽ ആ തീരുമാനങ്ങൾ പലപ്പോഴും നിർണായകമായിട്ടുണ്ട് താനും. ആരാണ് ആ സ്ലീപ്പിംഗ് പാർട്ട്ണർ? ശ്രീമംഗലത്ത് അത്തരമൊരു ബഹുനില പാർപ്പിട സമുച്ചയം നിർമ്മിക്കാൻ കഴിയുമെന്ന് കമ്പനിയുടെ ഡയറക്ടർമാർക്ക് തീരെ വിശ്വാസമില്ലാതിരുന്നതാണ്. എന്നിട്ടും തടസ്സങ്ങളെല്ലാം മറികടന്ന് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി. ഫ്ലാറ്റുകളെല്ലാം തന്നെ വിറ്റുപോവുകയും ചെയ്തു. നടക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നു കിട്ടിയതിൻ്റെ സന്തോഷം ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനായി ഡയറക്ടർമാരും പിന്നെ വളരെ ചുരുക്കം ചില ഉപകാരികളും വിറ്റുപോകാത്ത ഒരു ഫ്ലാറ്റിൽ ഒത്തുകൂടുകയായിരുന്നു. ഉപകാരികൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ദിനേശനായിരുന്നു ഒരാൾ. പിന്നത്തെയാൾ കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് പണക്കാരനായ നാണു മുതലാളിയാണ്. 14-ാം നമ്പർ ഈ ഫ്ലാറ്റിൽ ഇന്നലെ രാത്രി ഏറെ വൈകുവോളം മദ്യസേവയും പാട്ടും കൂത്തുമെല്ലാം ഉണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോഴേക്കും പങ്കജാക്ഷൻ പോയി. പോകുമ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ആഘോഷം തുടർന്നോളൂ. എനിക്ക് പൊതുജനത്തെ പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇലക്ഷനിങ് അടുത്തെത്തി. പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കിയാലോ?
പിന്നെ കഴിവുള്ള വേറെ ആരും ഇല്ലാഞ്ഞിട്ട് വേണമല്ലോ നിന്നെ സ്ഥാനാർത്ഥിയാക്കാൻ. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ ആരെയെങ്കിലും കുപ്പിയിലിറക്കി കാണും. പിന്നെ അവർക്ക് ഇവൻ പറയും പോലെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നാൽ നീ ചെല്ല്, ജനങ്ങളെ പേടിച്ച് നല്ല കുട്ടിയായി ജീവിക്ക്. എന്നാലെങ്കിലും പാർട്ടി നിന്നെ സ്ഥാനാർത്ഥിയാക്കുകയും പൊതുജനം ജയിപ്പിക്കുകയും ചെയ്യട്ടെ. അല്ലെങ്കിലും അവർ മണ്ടത്തരമല്ലേ കാണിക്കുകയുള്ളൂ. പങ്കജാക്ഷൻ ഒരുമാതിരി ആക്കിയ ഒരു ചിരി മാത്രം പകരം കൊടുത്തു. ദിനേശന് ഈ മദ്യപാന സദസ്സ് അത്രയൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അല്പം മദ്യമകത്ത് ചെന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്വഭാവവും ഓരോ തരം വർത്തമാനവുമാണ്. അതുകൊണ്ട് അത്തരം സദസ്സിലിരിക്കുന്നത് അയാൾക്ക് അരോചകമാണ്. എന്നാൽ അങ്ങനെ പറയാറില്ല എന്ന് മാത്രം. അത്തരം ചടങ്ങുകൾക്ക് വിളിച്ചാലും ദിനേശൻ പോകും. മദ്യം കഴിക്കില്ല. മറ്റെന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അത് തിന്ന് ആരെയും വെറുപ്പിക്കാതെ പോരുന്ന സ്വഭാവമാണ് ദിനേശന്. ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു ദിനേശൻ. അപ്പോഴാണ് പങ്കജാക്ഷൻ ചോദിച്ചിട്ട് സമ്മതത്തോടുകൂടി പുറത്തേക്ക് പോകുന്നത് കണ്ടത്. പങ്കജാക്ഷൻ പുറത്തേക്കിറങ്ങി അധികം താമസിയാതെ തന്നെ ദിനേശനും അവരോട് അനുവാദം ചോദിച്ച് പുറത്തേക്കിറങ്ങി. ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ള 3 ഡയറക്ടർമാരും നാണു മുതലാളിയും മാത്രമാണ്. ഡയറക്ടർമാർ ആരും കാര്യമായി മദ്യം സേവിച്ചിട്ടില്ല. പക്ഷേ നാണു മുതലാളി വെറുതെ കിട്ടിയതായതുകൊണ്ട് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോളിങ്ങാണ് അയാൾക്ക്. തീറ്റയ്ക്കും കുടിക്കും. ഇനി ആകെ കുപ്പിയിൽ പകുതി കൂടിയേ ബാക്കിയുള്ളൂ. ആ കുപ്പിയെടുത്ത് കക്ഷത്തിൽ വെച്ചിരിക്കുകയാണ് നാണു മുതലാളി. അപ്പോഴേക്കും അയൂബിൻ്റെ ഫോണിലേക്ക് അയാളുടെ വീട്ടിൽ നിന്നും വിളി വന്നു. അയാൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. നടക്കുന്നതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇരുട്ടിലും തീക്കട്ട പോലെ തിളങ്ങുന്ന 2 കണ്ണുകൾ ജനലിനടുത്തായി തന്നെ ഉണ്ടായിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. കഥകൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം തോന്നാതിരിക്കില്ല. ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു സഹകരണമായാൽ വളരെ നല്ലത്. അടുത്ത ഭാഗം 2 ദിവസത്തിന് ശേഷം 12 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും.